പിണറായി സർക്കാരിന്റെ അഴിമതി ഭരണത്തിൽ ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുകയാണെന്ന് മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ. അഴിമതിയുടെ കാര്യത്തിൽ ഇടത് വലത് മുന്നണികൾ ഏകോദര സഹോദരന്മാരെ പോലെയാണെന്നും വിമർശനം. ദക്ഷിണ ഭാരത സന്ദർശനത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് എത്തിയതായിരുന്നു അദ്ദേഹം. രാജ്യം മോദി തരംഗത്തിൽ വികസന കുതിപ്പിൽ മുന്നേറുമ്പോൾ അഴിമതിയും കെടുകാര്യസ്ഥതയും മൂലം കേരളം പിന്നോട്ട് പോകുകയാണെന്ന ശിവരാജ് ചൗഹാന്റെ വിമർശനം. കേരളത്തിൽ വികസനത്തിന് വേണ്ടി കഴിയുന്നതെല്ലാം മോദി സർക്കാർ നൽകുന്നുണ്ട്, എന്നാൽ സംസ്ഥാന സർക്കാർ വേണ്ടവിധം അത് ഉപയോഗിക്കാൻ തയ്യാറാകുന്നില്ലെന്നും ശിവരാജ് സിംഗ് ചൗഹാൻ വ്യക്തമാക്കി. ദക്ഷിണ ഭാരത സന്ദർശനത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് എത്തിയതായിരുന്നു അദ്ദേഹം. केरल के डेवलपमेंट के लिए प्रधानमंत्री जी ने कोई कसर नहीं छोड़ा, बीजेपी की सरकार ने कोई कसर नहीं छोड़ी, चाहे डेवलपमेंट हो दक्षिण के राज्यों का भी या फिर जन कल्याणकारी योजनाएं, प्रधानमंत्री आवास योजना हो, निःशुल्क राशन देना हो, गरीब कल्याण अन्न योजना हो, आयुष्मान भारत योजना हो, इन सब योजनाओं का लाभ केरल के गरीब को भी मिल रहा है. അഴിമതിയുടെയും ദൂർത്തിന്റെയും കാര്യത്തിൽ ഇടത് വലത് മുന്നണികൾ ഏകോദര സഹോദരന്മാരെ പോലെയാണെന്നും മണ്ഡലങ്ങളിലൊന്നും എംപിമാരുടെ സേവനങ്ങൾ ലഭിക്കുന്നില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. लोग परेशान आ गए भ्रष्टाचार से. इंडी गठबंधन पूरे देश में बनने के पहले ही फेल हो गया, तो लोग परेशान हैं इनसे. और इसलिए मुझे पूरा विश्वास है यहाँ के एमपी हैं, नाम बड़ा और दर्शन छोटे. തിരുവനന്തപുരം से शशि थरूर जी का कोई लेना देना नहीं. പിണറായി സർക്കാരിന്റെ ഭരണത്തിൽ അഴിമതിയും ദൂർത്തും മൂലം ജനങ്ങൾ പൊറുതിമുട്ടുകയാണെന്നും വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതിന്റെ പ്രതിഫലനം ഉണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ശ്രീരാമൻ ഭാരതീയരുടെ ഹൃദയത്തിലാണ് വസിക്കുന്നത്. രാമനെ എതിർക്കുന്നതിലൂടെ ഇരു മുന്നണികളും സ്വയം നാശം വിളിച്ചു വരുത്തുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. जब खत्म होना है तो ऊटपटांग बातें करते हैं, तो इनकी तो बुद्धि भ्रष्ट हो गई है, इनका विनाश तय है. और केरल में भी हम शानदार सफलता प्राप्त करेंगे, तिरुवनंतपुरम भी हम जीतेंगे. തലസ്ഥാനത്തെത്തിയ ശിവരാജ് സിംഗ് ചൗഹാൻ പനത്തുറയിലെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം സന്ദർശിച്ചു. തുടർന്ന് അന്തരിച്ച BJP കൗൺസിലർ നെടുമം മോഹനന്റെ വീട് സന്ദർശിച്ച അദ്ദേഹം ഏറെ നേരം അവിടെ ചിലവഴിച്ചു. BJP ജില്ലാ അധ്യക്ഷൻ VV രാജേഷ്, പാർലമെന്ററി പാർട്ടി കൗൺസിലർ MR ഗോപൻ അടക്കമുള്ള BJP നേതാക്കളും ശിവരാജ് സിംഗ് ചൗഹാനെ അനുഗമിച്ചു. ജനം, തിരുവനന്തപുരം.